ഹലോ, ഇനി നമുക്കൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഒന്നുമല്ല, ഒരു നോർമൽ ചിക്കൻ കറിയാണ്. ഞാൻ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക, പക്ഷെ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുകയെന്ന് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഫ്രഷ് ചിക്കനാണ് ഇത്. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഫ്രഷ് ചിക്കനാണ്, ഫ്രോസൺ ചിക്കൻ അല്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം. ഞാനിത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരു 5 ഗ്രീൻ ചില്ലി, പച്ചമുളക്, കുറച്ച് കറി ലീവ്സ്, പിന്നെ നമ്മുടെ ബിഗ് ഒനിയനില്ലേ സവോള, അതൊരു 5 മീഡിയം സൈസിലുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി പാൻ വെക്കാം. എന്നിട്ട് ഞാൻ ഓരോന്നും സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത്, കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ പൊട്ടുകയാണ്. ഞാൻ നോർമലി ഒരു ചിക്കൻ കറി ഞാൻ വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ആഡ് ചെയ്തായിരിക്കും, ബട്ട് ഞാൻ കുറച്ച് പെരുംജീരകം കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ ഇടാറുണ്ട്. പക്ഷെ അത് ഓപ്ഷണലാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അങ്ങനെ കടുകിൻ്റെ കൂടെ പൊട്ടുന്ന ഒരു ഫ്ലേവർ. അപ്പം ഞാനിപ്പോൾ അതിട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സവോളയൊക്കെ ഇടേണ്ടത്. അങ്ങനെ ഞാൻ അരിഞ്ഞ് വെക്കുന്ന സവോള ഇട്ട് ഞാനിതൊന്ന് വഴറ്റാൻ തുടങ്ങിയാണ്. ഒപ്പം സവോള വഴറ്റി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ ഒരു ടൈമിലാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയും കറി ലീവ്സും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ സവോളയുടെ കൂടെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാൻ പോലെ. കുറച്ച് മാത്രം സോൾട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാൻ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് സവോള മൂക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സവോള കുറച്ച് ഓയിലുമായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ആക്കിയത് ഇടാറുള്ളൂ ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും. അത് കുറച്ചൊന്ന് വഴലട്ടെ. ഞാനിതൊന്ന് അടച്ചു വെച്ച് വരയ്ക്കാൻ തുടങ്ങിയാണ്. ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റൊക്കെ ഇടാം. ഞാനിത് അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഗാർലിക് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കറി ലീവ്സും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സവോള എല്ലാം തന്നെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്കൊരു 3 സ്പൂൺ, 3 ഒരു 2.5 സ്പൂൺ മുളക് പൊടി, അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാല ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ്, അതുകൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ചിക്കൻ മസാല ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ആ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ചിക്കൻ ഇടാൻ പോവാണ്. ഈ ചിക്കനെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പൊടികളെല്ലാം തന്നെ ഇതിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഒന്ന് പൊടികൾ മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടതുണ്ട്. ചൂടുവെള്ളം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇനി പച്ചവെള്ളം ഒന്നും ആഡ് ചെയ്യരുത്. പച്ചവെള്ളം ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ വാട്ടറാണ്, ചൂടാക്കിയ വെള്ളം യൂസ് ചെയ്യാവുള്ളൂ. ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു വൈറ്റ് കളറൊക്കെ ആവും. അതാണ് ഈ ഒരു പരുവം, നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട പരുവം. നമ്മുടെ ചിക്കൻ നന്നായി തട്ടുകൊണ്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു ചെറിയ വൈറ്റ് കളറിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഹൈ ഫ്ലെയിം നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുകയാണ്. ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇനി